എൻ്റെ മകൻ അവളെ കണ്ടെത്തും, അവൻ്റെ ചോരെ. അപ്പോൾ എല്ലാ അവകാശത്തോടെയും അവൾ ഈ വീട്ടിലേക്ക് വരണം. ഇനി ഇതിനൊരു തർക്കമില്ല. എന്താ, ഉണ്ടോ? അവർ ഗൗരവത്തോട് ചോദിച്ചു. അതിന് രണ്ടു മക്കളും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു. അപ്പോൾ ഈ തറവാടോ? അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ. തറവാട് ആർക്കാണ് അവകാശം? വാസുദേവൻ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും ദേവമ്മ വക്കീലിൻ്റെ മുഖത്തേക്ക് നോക്കി. വായിക്കാം. അതും പറഞ്ഞ് അയാൾ പേപ്പർ എടുത്തു. പാരമ്പര്യപ്രകാരം ഈ തറവാട് നാഗമഠത്തിലെ ഏറ്റവും ഇളയ മകനായ വാസുദേവനും മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അയാൾ പറഞ്ഞതും വാസുദേവന് സന്തോഷമായി. അയാൾ തൻ്റെ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ഈ തറവാട് വാസുദേവന് നൽകുന്നതിന് പകരമായി അയാൾ തൻ്റെ മറ്റ് രണ്ട് ജ്യേഷ്ഠന്മാർക്കും ഒരു തുക നിശ്ചയമായി കൊടുത്തിരിക്കേണ്ടതാണ്. അതിനോടൊപ്പം ദേവമ്മ മരിക്കുന്നത് വരെ ദേവമ്മയുടെ എല്ലാ കാര്യങ്ങളും ഇളയ മകനായ വാസുദേവനായിരിക്കണം നോക്കേണ്ടത്. ദേവമ്മയുടെ മരണശേഷം മാത്രമേ ഇതിൻ്റെ പൂർണ്ണ അവകാശം ഇളയ മകനായ വാസുദേവന് ലഭിക്കുകയുള്ളൂ. അതുവരെ ഇത് ദേവമ്മയുടെ പേരിൽ തന്നെയായിരിക്കും, വക്കീൽ പറഞ്ഞു നിർത്തി. അമ്മേ, പക്ഷേ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും എന്നേക്കാൾ കൂടുതൽ സ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ തറവാടിന് പകരമായി അവർക്ക് പണം നൽകേണ്ടത്? വാസുദേവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ തറവാട് എത്ര ഏക്കറിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എങ്ങനെ നോക്കിയാലും അവരെക്കാളൊക്കെ ഒരു പടി മുൻപിലാണ് വാസുദേവന് ലഭിച്ചിരിക്കുന്നത്. വലിയ തുകയൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ വാസുദേവന്റെ ഇഷ്ടമാണ്. ദേവമ്മ അയാളെ നോക്കി പറഞ്ഞതും അയാൾ പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. അമ്മേ, എനിക്കൊരു സംശയമുണ്ട്. ഗോവിന്ദനാണ് അവരെ നോക്കി പറഞ്ഞത്. എന്ത് സംശയമാണെങ്കിലും ഇപ്പോൾ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കണം. ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ വസ്തുവിനെ പറ്റിയോ സ്വത്തിനെ പറ്റിയോ ഇവിടെ ഒരു ചർച്ച ആർക്കിടയിലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ചോദിക്കാം. ദേവമ്മ അയാളെ നോക്കി പറഞ്ഞു. അമ്മേ, ഒരു പക്ഷെ ദേവേട്ടന് തൻ്റെ മകളെ കണ്ടെത്താനായില്ലെങ്കിൽ അപ്പോൾ ദേവേട്ടനുള്ള സ്വത്തുക്കളൊക്കെയോ? അയാൾ സംശയത്തോടെ ചോദിച്ചു. നിന്റെ സംശയം എനിക്ക് മനസ്സിലായി. ദേവന് തൻ്റെ മകളെ കണ്ടെത്താനാകാതെ ഈ ലോകത്തു നിന്നും പോകേണ്ടി വന്നാൽ ആ സ്വത്തുക്കളൊക്കെ ആർക്ക് ലഭിക്കുമെന്നാണ് ഗോവിന്ദൻ്റെ സംശയം, അല്ലേ? അവർ ചോദിച്ചതും അയാൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഒരു പക്ഷെ ദൈവനിശ്ചയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ദേവന് അവൻ്റെ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് തീരുമാനിക്കാം അവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ ആർക്ക് നൽകണമെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വീതം വെക്കുകയാണെങ്കിൽ അങ്ങനെ. അതല്ല, നിങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ ആരെങ്കിലും ദേവന് ഉണ്ടെങ്കിൽ മുഴുവൻ സ്വത്തുക്കളും ദേവന് ആ അനുജന് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ദേവന്റെ മാത്രം ഇഷ്ടവും താല്പര്യവുമായിരിക്കും. അതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ദേവനും അവൻ്റെ അനന്തരാവകാശിയായിട്ടുള്ള മകൾക്കും അവകാശപ്പെട്ടതാണ്. എന്നെങ്കിലും ഒരിക്കൽ ആ കുട്ടി, എൻ്റെ ചെറുമകൾ, ഈ തറവാട്ടിലേക്ക് തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ അവൾ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും വേണം ഇവിടേക്ക് കയറി വരാൻ. അതെൻ്റെ മരണശേഷമാണെങ്കിലും അതിനു മുൻപാണെങ്കിലും. അതുകൊണ്ടാണ് വസ്തുക്കൾ ഇങ്ങനെ തന്നെ എഴുതിയത്. അവർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഇനി ആർക്കും ഇതിൽ ഒരു സംശയവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞു. ഇല്ലമ്മേ, ഇനി സംശയങ്ങളൊന്നുമില്ല. രണ്ടു മക്കളും ഒരുപോലെ തന്നെ മറുപടി പറഞ്ഞു. എൻ്റെ മരുമക്കൾക്ക് ഈ പറഞ്ഞതിൽ അവകാശ തർക്കങ്ങളൊന്നും ഇല്ലല്ലോ? അവർ തൻ്റെ രണ്ട് മരുമക്കളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, അവരും ദേവമ്മയെ നോക്കി മറുപടി പറഞ്ഞിരുന്നു. അല്ല, ദേവനിതെവിടെ പോയി? സ്വത്തുക്കൾ എഴുതുമ്പോൾ ദേവനും ഇവിടെ ഉണ്ടാകേണ്ടതല്ലായിരുന്നോ? വക്കീലാണ് സംശയത്തോടെ അവരോട് ചോദിച്ചത്. അവനൊരു യാത്രയിലാണ്. എല്ലാ വർഷവും നടത്താറുള്ള ഒരു യാത്ര. ഇവിടേക്ക് നല്ല ദൂരമുണ്ട് ആ യാത്ര പോയ സ്ഥലത്തു നിന്നും. അതുകൊണ്ടാണ് ദേവൻ ഇവിടേക്ക് വരാഞ്ഞത്. അവർ വക്കീലിനെ നോക്കി മറുപടി പറഞ്ഞു. ദേവേട്ടന് ഇത് സ്ഥിരമുള്ളതാ, വർഷങ്ങളായുള്ള യാത്ര. ദേവേട്ടൻ്റെ കാണാതെ പോയ മകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര. ഇത് എവിടെയും ചെന്ന് അവസാനിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോവിന്ദൻ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. അത് കേട്ടതും ദേവമ്മ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവർ അങ്ങനെ നോക്കുന്നത് കണ്ടതും ഗോവിന്ദൻ പെട്ടെന്ന് വല്ലാതെയായി. അയാൾ പെട്ടെന്ന് ചിരി നിർത്തിക്കൊണ്ട് സൈലൻ്റായി. ദേവമ്മ അങ്ങനെയാണ്. ഒരുപാടൊന്നും അവർ സംസാരിക്കാറില്ല. അവരുടെ ഒരു നോട്ടം കൊണ്ട് പോലും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും മനസ്സിലാകും. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അവരുടെ ഭർത്താവും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും അമ്മയെ പേടിച്ചാണ് അവരുടെ മക്കളും വളർന്നത്. ഇന്നും അവരുടെ മക്കളും മരുമക്കളും അവരെ ഒന്ന് എതിർത്ത് പോലും സംസാരിക്കാൻ തുനിഞ്ഞിട്ടില്ല. ദേവമ്മയ്ക്ക് ഒരു പടി മുൻപിൽ ഇഷ്ടം തൻ്റെ മൂത്ത മകനായ ദേവനോടാണ്. അത് അവിടെ ബാക്കിയുള്ള രണ്ട് മക്കൾക്കും അറിയുകയും ചെയ്യാം. എന്നാൽ ദേവന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. അതിനുശേഷം ദേവൻ തറവാട്ടിൽ അങ്ങനെ നിൽക്കാറില്ല. ഇന്ന് യാത്രകൾ പോകും പല സ്ഥലത്തേക്കും. ചാർലിയും വീട്ടുകാരും വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നു. ഹാളിലിരുന്ന് ഇന്നത്തെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ് അവരെല്ലാവരും. അപ്പോഴാണ് ഋഷു 2 ഗ്ലാസ്സിലായി പാലും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. ഇത് തടി ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മാത്രമേ ഉള്ളല്ലോ? അവൾ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് റയാൻ സംശയത്തോട് ചോദിച്ചു. ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ടെന്നേ. എല്ലാവരും അത് മറന്നിരിക്കുകയായിരുന്നു. ഋഷു ചിരിച്ചു. ശേഷം ആ 2 ഗ്ലാസും കൊണ്ട് ചാർലിയുടെ ഷീതുവിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു. രണ്ടുപേരും എടുത്തോ.
ഋഷു പറയുന്നത് കേട്ടതും അവർക്ക് കാര്യം മനസ്സിലായി. അവർ രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ ഓരോ ഗ്ലാസ് എടുത്തു. നല്ലൊരു കാര്യം നടക്കുമ്പോൾ മധുരം കഴിക്കണമെന്നാ പറയുന്നത്, കുടിച്ചോ. അവൾ പറയുന്നത് കേട്ട് ചാർലിയും ഷീതുവും ആ ഗ്ലാസ് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അപ്പേ എഞ്ചും. ഇസു തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് കണ്ടതും അവനെ നോക്കി പറഞ്ഞു, ഇസുവിനുള്ളത് ആൻറ്റി കൊണ്ടുവരാം. ഋഷു അവളെ നോക്കി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. ഇത് പാലല്ല, പായസമാണ്. ഷീതു കുടിച്ചതിന് ശേഷം എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു. പായസോ? എല്ലാവരും അതിശയത്തോടെ ചോദിച്ചു. കാരണം ഇത്ര പെട്ടെന്ന് അവൾ എങ്ങനെ പായസം ഉണ്ടാക്കി എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. ഇവൾക്ക് ഇത്രയും ബോധവും വിവരമൊക്കെ വെച്ചോ? ഋഷുവിൻ്റെ മമ്മി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആൻറ്റി, കടുവയുടെ കൂടെ കൂടിയതിന് ശേഷം അവൾ കുറച്ച് മെച്ചുവേർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയോന്ന്. റയാൻ പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ വിളിക്കുന്നത് കേട്ടിട്ട് ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണോ മോനെ വിളിക്കുന്നത്? അത് കേട്ട് ഋഷുവിൻ്റെ മമ്മി വീണ്ടും പറഞ്ഞു. എല്ലാത്തിൻ്റെയും വിളി ഞാൻ ഒരു ദിവസം അവസാനിപ്പിക്കുന്നുണ്ട് ആൻറ്റി, എനിക്കൊരവസരം വരട്ടെ. ക്രിസ്റ്റി ചിരിച്ചു. നിങ്ങളിങ്ങനെ അവളുടെ കാര്യം പറഞ്ഞ് കൺഫ്യൂഷനൊന്നും ആവണ്ട. ഇവിടെ പായസം മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന ചാർലിയുടെ മമ്മി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. ആ അങ്ങനെ പറ, അല്ലാതെ അവളെ കൊണ്ടൊന്നും പായസം വെക്കാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാകുമ്പോൾ പാലിനകത്ത് തട്ടിയിട്ട് ഇളക്കി കൊടുത്താൽ പോരെ. അവളുടെ മമ്മി വീണ്ടും അവളെ ട്രോളിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവൾ കുറേ ഗ്ലാസ്സിൽ പായസം കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അതെല്ലാവർക്കും അവൾ കൊടുത്തു. ഒടുവിൽ ക്രിസ്റ്റിയുടെ മുൻപിലേക്ക് അവൾ ട്രേ നീട്ടി. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം ഒരു ഗ്ലാസ് അതിൽ നിന്നും എടുത്തു. അപ്പോൾ ചാർലി ചായൻ്റെയും ചേച്ചിയുടെയും കല്യാണം മാത്രമല്ല, ക്രിസ്റ്റി ചായൻ്റെയും ഋഷി ചേച്ചിയുടെയും ഒഫീഷ്യൽ പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിട്ടുണ്ട്. റിയ പറഞ്ഞതും എല്ലാവരും അവരെ രണ്ടുപേരെയും കളിയാക്കാൻ തുടങ്ങി. മോളെ ഷീതു, പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ, മമ്മിയാണ് അവളെ നോക്കി പറഞ്ഞത്. അത് കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം അവരുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ചെല്ല്, പൊയ്ക്കോ. ചാർലിയുടെ പപ്പ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ല പപ്പേ, അവൾ ഫ്രഷായിട്ട് വരട്ടെ, ഞാൻ പിന്നെ പൊയ്ക്കോളാം. അവൻ പെട്ടെന്ന് എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് അയാളെ നോക്കി മറുപടി പറഞ്ഞു. നീയും കൂടി ചെല്ല് ചാർലി. അവൻ്റെ മമ്മിയും അവനെ നോക്കി പറഞ്ഞു. ചേട്ടായി, ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നാണക്കേടൊന്നും വിചാരിക്കേണ്ട. ഏട്ടത്തിയുടെ കൂടെ റൂമിലേക്ക് പൊയ്ക്കോ. റയാനും അവനെ കളിയാക്കി. എനിക്കൊരു നാണക്കേടും ഇല്ല. അല്ലെങ്കിൽ ഞാനും അവളും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ ഇന്ന് അവളുടെ കഴുത്തിൽ മിന്നി കെട്ടിയെന്നൊരു മാറ്റം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിന് ഞാനെന്തിനാ നാണിക്കുന്നത്? ചാർലി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അപ്പേ ഞാനും. അവളെ എടുക്കാനെന്ന ഭാവേന ചാർലിയുടെ നേരെ കൈകൾ ഉയർത്തി. ചാർലി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പൊക്കിയെടുത്തു. അത് കണ്ടതും ചാർലിയുടെ മമ്മി അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാനായി ചെന്നു. ഇസുമോളെ വാ, റയാപ്പതേ ഒരു സൂത്രം കാണിച്ചു തരും. അപ്പ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ. അതും പറഞ്ഞവർ ചാർലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. ഞാൻ എന്ത് സൂത്രം കാണിക്കുമെന്നാണ് മമ്മി പറഞ്ഞത്? ദൈവമേ, ഈ പറഞ്ഞ സൂത്രം ഞാൻ കാണിച്ചില്ലെങ്കിൽ ഇവള് തന്നെ കൊല്ലുമല്ലോ. റയാൻ അവിടെ ഇരുന്ന് നെഞ്ചിൽ കൈവച്ച് പതിയെ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ടതും എല്ലാവരും ചിരിച്ചു. ചാർലിയോട് മുകളിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞതും അവനും തൻ്റെ റൂമിലേക്ക് പോയിരുന്നു. റയാപ്പേ, എനിക്ക് ചൂത്തം കാണിച്ചിത്താ, അവൾ റയാൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അത് കേട്ടതും ആൽവിയും അതെന്താണെന്ന് കാണാനുള്ള രീതിയിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. രണ്ട് കുട്ടിപ്പട്ടാളങ്ങളും കൂടി എന്നെയൊന്ന് കൊല്ലുമെന്നാണ് തോന്നുന്നത്. ഞാൻ എന്ത് സൂത്രമാണ് മമ്മി കാണിച്ചു കൊടുക്കേണ്ടത്? അവൻ സംശയത്തോടെ തന്നെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എന്തെങ്കിലും കളിപ്പിക്കാനെന്നുള്ള രീതി കാണിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ അവളും അവരുടെ കൂടെ പോകണമെന്ന് പറയും. അവർ സ്വസ്ഥമായിട്ട് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. മമ്മി പറയുന്നത് കേട്ട് അവൻ തലയാട്ടിയിരുന്നു. ആദം കാറ് സൈഡിലേക്ക് ഒതുക്കി സ്റ്റിയറിംഗിൽ തലവെച്ച് കിടക്കുകയാണ്. എന്തോ വല്ലാത്തൊരു വേദന തോന്നി അവന്. തന്നിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഇത്രയും നാളും അവളും കുഞ്ഞും ചാർലിയുടെ ഒപ്പമായിരുന്നുവെങ്കിലും അവരുടെ രണ്ടുപേരുടെ വിവാഹം കഴിയാത്ത സ്ഥിതിക്ക് അവർ തമ്മിൽ മറ്റൊരു ബന്ധം ഉണ്ടാവില്ല എന്ന സമാധാനം തനിക്കുണ്ടായിരുന്നു. അവളുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ചാർലിയുടെ പേര് പറഞ്ഞ് അന്നവളെ വേദനിപ്പിച്ചത്. ഇന്ന് തനിക്കെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ ഓർത്തു. അങ്ങനെ കിടന്നതും വീണ്ടും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ആരാണെന്നുള്ള സംശയത്തോടെ എടുത്തു നോക്കിയതും റിൻസി തന്നെയായിരുന്നു. അത് മനസ്സിലായതും അവൻ ദേഷ്യത്തോടെ അവളുടെ കോള് കട്ട് ചെയ്തതിന് ശേഷം കോ ഡ്രൈവർ സീറ്റിലേക്ക് തൻ്റെ മൊബൈൽ വലിച്ചെറിഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവളെയും കുഞ്ഞിനെയും എനിക്ക് തന്നെ വേണം. എൻ്റെ കുഞ്ഞാണ് അവൾ. എൻ്റെ കുഞ്ഞിനെ ഞാനൊന്നും നേരെ കണ്ടിട്ടില്ല. അവളെ മതിയാവോളം ഞാനൊന്നും എടുത്തിട്ടില്ല. അവളുടെ ഒരു വളർച്ച പോലും എൻ്റെ കൺമുൻപിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൾക്ക് നിറയെ ഉമ്മ ഞാൻ കൊടുത്തിട്ടില്ല, കൊഞ്ചിച്ചിട്ടില്ല, കളിപ്പിച്ചിട്ടില്ല. അവൾക്ക് ആഗ്രഹമുള്ളതൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അത് കോർത്തതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ അപ്പനായി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൾ മറ്റൊരാളെ അപ്പ എന്ന് വിളിക്കുന്നു. അത് കേൾക്കുമ്പോൾ തനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണെന്ന് അവൻ ഓർത്തു. മുറിയിലേക്ക് വന്ന ഷീതു കണ്ണാടിയിലേക്ക് നോക്കി. തൻ്റെ തലമുടി കെട്ടിവെച്ചിരിക്കുന്നത് അഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കയറി ചെന്ന ചാർലി കാണുന്നത് തലമുടിയിൽ നിന്നും ഓരോ സ്ലൈഡും അഴിക്കാൻ കഷ്ടപ്പെടുന്ന ഷീതുവിനെയാണ്. ഷീതു,
അവനൊരു പുഞ്ചിരിയോടെ വാതിലടച്ചതിനു ശേഷം അവളുടെ പുറകിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ സഹായിക്കണോ? ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ തലയിലുണ്ടായിരുന്ന സ്ലൈഡ് ഓരോന്നും അവൾക്ക് വേണ്ടി അഴിച്ചു കൊടുത്തു. അവൾ കണ്ണാടിയിലേക്ക് നോക്കി. അവിടെ അവളുടെ പ്രതിബിംബവും അവളുടെ പുറകിലായി അവളെ സഹായിക്കാൻ നിൽക്കുന്ന അവനെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഷീതു അവനെ തന്നെ നോക്കി നിന്നു. കണ്ണാടിയിലേക്ക് നോക്കിയ അവൻ കാണുന്നത് തൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അവളെയാണ്. അത് കണ്ടതും അവൻ പുഞ്ചിരിയോടെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി പുരികം പൊക്കി. അവൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ കണ്ണാടിയിലേക്ക് നോക്കി തന്നെ അവനോട് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ചാർലി അവളെ തിരിച്ച് അവൻ്റെ നേരെ ഫേസ് ചെയ്യുന്ന രീതിയിൽ നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ എന്നെ ആദ്യമായി കാണുന്നത് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അവൻ അവളുടെ താടിത്തുമ്പിൽ കൈവച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നേരെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ചായ, ഞാൻ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുമായിരുന്നു. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി മറുപടി നൽകി. അത് കേട്ടതും അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇതഴിക്കാൻ ഞാൻ സഹായിക്കണോ? കുറുമ്പോട് ചോദിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി അവൾ. അയ്യോ, ഞാൻ ആ ഉദ്ദേശത്തിലൊന്നും പറഞ്ഞതല്ല, നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് നിന്നോട് ചോദിച്ചത്. അവൻ പെട്ടെന്ന് അവളെ നോക്കി മറുപടി പറയുന്നത് കേട്ട് അവൾക്ക് ചിരി വന്നു. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി നമുക്ക് ഒന്നായിക്കൂടെ ഷീതു? ഇനിയും ഒരകൽച്ചയും കാത്തിരിപ്പും നമുക്കിടയിൽ വേണോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത് കേട്ട് അവൾക്ക് സങ്കടം തോന്നി. എന്തൊക്കെയോ അവൻ തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഭാര്യയാകണം എന്നായിരിക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി മാറണമെന്നായിരിക്കും അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്താ നീ ആലോചിക്കുന്നത്? നിനക്ക് ഇനി സമയം വേണോന്നാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എപ്പോൾ ഓക്കെ ആകുന്നോ അപ്പം മതി നമുക്കിടയിൽ ഒരു ദാമ്പത്യം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇച്ചായ പറഞ്ഞത് തന്നെ എൻ്റെ മനസ്സിലും. ഇനി നമുക്കിടയിൽ ഒരു അകൽച്ച വേണ്ട ഇച്ചായ. ബാക്കിയെല്ലാം അടഞ്ഞ അധ്യായമാണ്. അതൊന്നും ഞാൻ ഓർക്കാൻ കൂടി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും രണ്ട് കൈകൾ കൊണ്ടും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അന്ന് രാത്രിയിൽ വൈകിട്ടോടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം ഋഷുവും കുടുംബവും തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ചാർലിയുടെ മമ്മി ഒരു ഗ്ലാസ് പാലെടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം മുറിയിലേക്ക് പോയിരുന്നു ക്രിസ്റ്റി. ചാർലി ഹാളിലെ സോഫയിൽ ഇരിപ്പുണ്ട്. റിയയും റയാനും അവരുടെ മുറിയിലേക്കും പോയിരുന്നു. ഇസു ചാർലിയുടെ മടിയിൽ കിടന്ന് സോഫയിൽ ഉറങ്ങിപ്പോയിരുന്നു. ഷീതു കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാനായി തുടങ്ങി. മോളെ, പെട്ടെന്ന് ചാർലിയുടെ മമ്മി അവളെ വിളിച്ചതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നിന്നു. കുഞ്ഞിന്ന് ഞങ്ങളുടെ ഒപ്പം കിടന്നോട്ടെ. മോള് കുഞ്ഞിനെ എൻ്റെ മുറിയിലേക്ക് കിടത്തിയിട്ട് ദേ ഈ പാലും എടുത്ത് റൂമിലേക്ക് പോയിക്കോ. അവർ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. ചാർലിയും അവൻ നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. അതെന്തിനാ മമ്മി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പപ്പയും മമ്മിയും കൂടി അവിടെ കിടന്നോ. അവൾ ഞങ്ങളുടെ ഒപ്പം റൂമിൽ തന്നെ കിടന്നോട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഡാ, കൂടുതൽ അടവൊന്നും എന്നോട് ഇറക്കല്ലേ മോനെ. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി. മോളെ, കുഞ്ഞിനെ റൂമിൽ കൊണ്ടുപോയി കിടത്ത്. പപ്പ അവിടെ ഉണ്ടാകും. ഞാൻ പോയി അടുക്കളയൊക്കെ അടച്ചിട്ട് വരാം. നീ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഈ പാലും എടുത്ത് മുറിയിലേക്ക് പോയിക്കോ. നിന്റെ വർക്ക് കഴിഞ്ഞെങ്കിൽ നീയും കയറിപ്പോ ചാർലി. അവർ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം ഷാർലിയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ കുഞ്ഞിനെയും കൂട്ടി പപ്പയും മമ്മിയും കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പിന്നെ കുഞ്ഞിനെ പപ്പയെ ഏൽപ്പിച്ചതിന് ശേഷം ടേബിളിലിരുന്ന് പാലും എടുത്തുകൊണ്ട് അവൾ ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. എന്ത് ചെയ്യാനാ, ഇതൊക്കെ ഒരു ആചാരമായി പോയില്ലേ ഷീതു. നീ മുറിയിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. അവൾ പോയതും ചാർലി നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവർ അടുക്കളയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഓടിച്ചെന്ന് അവരുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവർ ഞെട്ടിപ്പോയി. ിൽ കൈവച്ചുകൊണ്ട് അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ നോക്കുന്നത് കണ്ട് അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം അവനും മുറിയിലേക്ക് പോയിരുന്നു.